ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി വിവോ ഫോണിൻ്റെ ക്ലാരിറ്റി കാണിച്ചു തരാം. വിവോ ഫോൺ അടിപൊളി ക്യാമറ ക്വാളിറ്റിയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പഴയ മോഡലാണ് വിവോ ക്യാമറ. വിവോ V20 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങൾക്കായി ഇന്ന് ബോഗൻവില്ല എന്ന് പറയുന്ന ഒരു ചെടിയുടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ഇടാൻ പോകുന്നു. ഇതാണ് വിവോ V20 ക്യാമറയുടെ ക്വാളിറ്റി. സൂം ചെയ്തു കണ്ടല്ലോ. ഈ ബോഗൻവില്ല ചെടി പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ. കണ്ടല്ലോ, അതിൻ്റെ പച്ചപ്പൊക്കെ അടിപൊളിയാണ്. ആ ഞാൻ ക്യാമറ സൂം ചെയ്ത് കണ്ടല്ലോ. നിങ്ങൾ വിവോ V20 ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ കമൻ്റ് ഇടുക. ഇതാണ് ബോഗൻവില്ലയുടെ വൈറ്റ് ചെടി. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ വന്നിരിക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇനി അടുത്ത് മഞ്ഞ കളർ. ഇത് ബോഗൻവില്ല ചെടിയുടെ റെഡ് ആണ്. ഇത് കാണാൻ അടിപൊളി ഭംഗിയാണ്. എന്ത് ഭംഗി കാണാൻ. ആ ക്യാമറ ക്വാളിറ്റി കണ്ടോ വിവോയുടെ. ഇനി കുറച്ച് പച്ചപ്പ്. DSLR പോലെ ഇരിക്കുന്നു കണ്ടല്ലോ. ഇത് അടുത്ത് വാം വൈറ്റ് കളറാണ്. ഇതിൻ്റെ പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ബോഗൻവില്ല ചെടിയുടെ. ഇനി അടുത്ത് ശ്രീബുദ്ധനാണ്. കണ്ടല്ലോ, ഈ ഒരു വെറൈറ്റി വീഡിയോ ആണ്.
എന്താ ശ്രീബുദ്ധൻ്റെ തലയിൽ കൂടെ വെള്ളം പോകുന്നത് ഒരു വെറൈറ്റിയാണത്. നല്ല ഭംഗിയാണ് കാണാൻ. കുഴിപ്പള്ളം വന്നാൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാടുണ്ട് കാഴ്ചകൾ. ഒരു വേന പോലും ഇല്ലല്ലേ? അപ്പൊ അവർക്ക് വേന ഒന്നുമില്ലായിരുന്നു. സാധാരണ ഞാൻ ആംപ്ലിഫയറിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അതാണ് എൻ്റെ കറക്റ്റ് കണ്ടൻറ്റാണ്. ഇത് ജസ്റ്റ് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായി കാണിച്ചത്. ഇതാണ് ഞാൻ എടുത്ത വിവോ V20യുടെ കവറ് ഉണ്ടല്ലോ. ഞാൻ എടുത്തിട്ട് ഒരു 5-6 വർഷം വരും. ഇതിൻ്റെ റാം 8 GB റാമാണ്. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയാണ് ഈ ഫോണിന്. പിന്നെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് വരുന്നത് 16.37 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ പ്രൈസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 27,990 രൂപയാണ്. പക്ഷേ എനിക്ക് ഈ ഫോൺ കിട്ടിയപ്പം ഒരു 24-25 തന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ഫോണാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ 64 മെഗാ പിക്സലാണ്. ഇത് ജസ്റ്റ് ഒരു ടൈം പാസ് വീഡിയോ ആണ്. ഇത് ഞാൻ വിവോ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. വിവോയുടെ ക്യാമറ അടിപൊളി ക്യാമറയാണ്. പിന്നെ S200 അത് പൊളിയാണ്. ഇനി ഇറങ്ങുന്ന ക്യാമറയൊക്കെ. ഞായറാഴ്ച ആയതുകൊണ്ട് ചുമ്മാ ഒരു ടൈം പാസിനാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.